സവിത ഗിരീഷിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയും അച്ഛനും കൂടിയിട്ട് ഗൂഡല്ലൂർ വരെ പോയതാട്ടോ. ഞങ്ങൾക്ക് അവിടെ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് രാവിലെ പോയതാട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോട ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്ഥലം ചെമ്പാല ഫാക്ടറിൻ്റെ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വരെ പോകണം. ഒന്നും പറയാനില്ല, പോണ വഴിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കോടമഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോയത്. അപ്പോൾ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോട മൂടിയിട്ട് മുന്നിൽ പോണ വണ്ടി പോലും കാണാണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ കുരങ്ങന്മാർക്ക് ഫുഡൊക്കെ കൊടുക്കണം എന്നാണ് വിചാരിച്ചത്, ബിസ്ക്കറ്റ്സൊക്കെ വാങ്ങിയിട്ട്. പക്ഷേ തിരിച്ച് വരാൻ നേരത്തെ കണ്ടോ. ഇപ്പോൾ നിങ്ങൾ ക്യാമറ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ, അവിടെ നിറയെ കോടമഞ്ഞ് തന്നെയായിരുന്നു കേട്ടോ. തിരിച്ച് വരുമ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നത്. പക്ഷേ പെരും മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ക്യാമറ കാണുന്ന പോലെ തന്നെയാണ്. ആ ജീപ്പ് കാണാനില്ല. ജീപ്പാണോ ബസ്സാണോ മനസ്സിലാവണില്ല. അത് ആ കോടയിലോട്ടും അങ്ങനെ മുങ്ങിപ്പോയ പോലെയാണ് തോന്നുന്നത്. എനിക്ക് വഴി പോലും അധികം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ കോട. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചിട്ട് പോയപ്പോൾ വിശന്നപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ദോശ വെച്ചിട്ടാണ് പോകുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും എത്തുമ്പോൾ ഒരു കട കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടി അവിടെ ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ കുറേ ചോക്ലേറ്റൊക്കെ വാട്ടം പിടിച്ചു, പക്ഷെ വാങ്ങിയില്ല. പിന്നെ ഈ മോട്ട് വെള്ളം ഈ സാധനമാണ് ഞെക്കിയാലും ദമ്മായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്താ മനസ്സിലായില്ല. പിന്നെ ഞാൻ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്നല്ല, ഇവിടെ ഏതോ ഒരു കല്യാണ മണ്ഡപത്തിൽ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു അമ്പലത്തിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഇപ്പോൾ നിങ്ങൾ ആ കണ്ടത് ആനയുടെ കാൽപ്പാടാണ് കേട്ടോ, ഗുഡ്ലൂർ. അപ്പോൾ ഇതും ഒരു കുഴി പോലും ഒരു ആനേൻ്റെ കാൽപ്പാടും തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ പറമ്പിൽ ബട്ടർ പറിക്കാൻ പോയിട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇതിൽ ബട്ടർ ലീഫും ബട്ടറും ഒക്കെ ഒരു പച്ച കളറായതുകൊണ്ട് പെട്ടെന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ ബട്ടർ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ, എല്ലാം ഒരു പച്ച കളറായതുകൊണ്ട്. അപ്പോൾ പിന്നെ അച്ഛനും എല്ലാവരും കൂടിയിട്ട് അവിടെ ബട്ടർ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ടർ ഭയങ്കര മുകളിലായതുകൊണ്ട് ഞങ്ങൾക്ക് പറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഗുഡ്ലൂരിനുള്ള ഒരു ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടോ. അത് ചക്കയൊക്കെ പറിക്കണമായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ ഒരു പൂവാണ് കേട്ടോ, വ്യത്യസ്തമായൊരു പൂവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഏട്ടനിപ്പോൾ ഞങ്ങളുടെ പറമ്പിലത്തെ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ഒരു ചക്ക അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ആ പുല്ലിൻ്റെ ഇടയിൽ ഒരു ചക്ക കിടക്കുന്ന അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ചക്ക ഇട്ടതാണ് ഗൈസ്. ആ തോട്ടിയും കൊണ്ട് പറിക്കാൻ പറ്റുന്നില്ല അറിഞ്ഞിട്ട് ബാക്കിലൊരു അരിവാളൊക്കെ കൊണ്ടിട്ടാണ് കയറുന്നത്. അപ്പോൾ പിന്നെ ആ കയറുന്ന കാണാൻ നല്ല രസമാണ്, പക്ഷേ നമുക്കൊന്നും കയറാൻ പറ്റില്ല, സ്ലിപ്പായി പോവും. അപ്പം അങ്ങനത്തെ ഒരു കോലിൽ എന്തൊക്കെയോ വെച്ചിട്ടുള്ളൊരു സംഭവത്തിലാട്ടോ കയറിയത്. പിന്നെ ഫൈനലി ചക്കയൊക്കെ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതലൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കണ്ടൊരു ചെടിയാണ്, സ്പ്രേ ചെയ്ത പോലെയാണ് കേട്ടോ. പക്ഷെ അത് അങ്ങനത്തെ ആ ചെടീൻ്റെ ഒരു ഇതാട്ടോ, അത് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട് അങ്ങോട്ട് വലിയൊരു കയറ്റാണ്, അത് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഏട്ടൻ്റെ കയ്യിലൊരു തോട്ടി ഉണ്ടായിരുന്നു, ചക്ക പറിക്കാൻ കയറിയത്. അപ്പോൾ ആ തോട്ടി കൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോ ബട്ടറും ഇങ്ങനെ നിലത്തോട്ട് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അമ്മയും അച്ഛനും എല്ലാവരും മത്സരിച്ചാണ് അത് പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ട് എനിക്ക് പെറുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അട്ട ഉണ്ടാവുമെന്ന്. അപ്പോൾ അച്ഛൻ്റെ കാലൊരു അട്ട കയറി, പക്ഷേ അച്ഛൻ്റെ കാലിൽ നിന്ന് അത് പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ടോ. ഞാൻ വീടിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു, കാരണം എനിക്ക് അട്ടേനെ ഭയങ്കര അറപ്പാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു ബട്ടർ. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ബട്ടർ അത്ര പഴുത്തിട്ടില്ല, പച്ചയാണ്. അപ്പം അതിൻ്റെ രീതിയിലുണ്ട്. പിന്നെ ഇത് മലയെണ്ണം കടിച്ച ബട്ടറാട്ടോ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ അവിടെ തന്നെ ഉപേക്ഷിച്ചു അതിനെ. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഓരോ കയ്യിലിങ്ങനെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ ആ പറിച്ച് വെച്ച ചക്ക അവിടെ ഇട്ടു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.